1,25,000 രൂപയ്ക്ക് 2012 മോഡൽ ഇയോണ് കിട്ടും അല്ലേ? 3,45 ചോദിക്കുന്നുള്ളൂ. 3,45. 3,45,000 കൊടുക്കുന്നത് 16 വണ്ടി കുറച്ച് തന്നെ കൊടുക്കാം. വെറും 2,90,000 രൂപേന്റെ താഴേക്ക് നിങ്ങൾക്ക് 2014 ZXi ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടും. 19 വണ്ടി കേട്ടോ. 19 ഡീസൽ ഇറങ്ങിയ വണ്ടി. ഡീസൽ ടൈറ്റാനിയം കേട്ടോ. ടൈറ്റാനിയം ക്രെറ്റ XX 2015 ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി. ഞാനത് ചോദിക്കാൻ വരികയാണ്, കാരണം 15 വണ്ടിക്ക് ഒരിക്കലും ഈ ഫേസ് വരില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു 5 ലക്ഷം രൂപയൊക്കെ വാല്യൂ മാർക്കറ്റിൽ വിൽക്കുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് വരുന്ന പെട്രോൾ വണ്ടി. അതെ അതെ. പിന്നെ ഇതിന്റെ വിലയുണ്ടോ ഹൈലൈറ്റ്? വില കൂടി കേട്ടെ. 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ കുറയോ? ₹1 കയ്യിൽ നിന്ന് മുടക്കാണ്ട് ഒരു ഓട്ടോമാറ്റിക്, അതും ഇത്രയും ക്വാളിറ്റിയുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി 14 മോഡൽ ഫുൾ ലോണിൽ 3,55,000 രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാം. വൻ വിലക്കുറവിൽ നിങ്ങൾക്ക് യൂസ്ഡ് കാർ തരാൻ വേണ്ടിയിട്ട് ഒരു യൂസ്ഡ് കാർ മേള നടക്കുന്ന ഗ്രൗണ്ടിലാണ് ഉള്ളത്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഒരു 2 വീഡിയോ ഇവിടുത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് പേര് വരികയും കുറേയധികം വണ്ടികൾ ഇവിടുന്ന് സെയിലാവുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നല്ല വണ്ടികൾ നോക്കി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും ഇങ്ങോട്ട് പോകുന്നുള്ളൂ. കുറച്ചും കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ കാർക്രാഡിൽ നടത്തുന്ന യൂസ്ഡ് കാർ മേളയിലാണ്, അതായത് പെരുന്നാൾ വരെ ഇവർ വൻ വിലക്കുറവിൽ, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്തിടെ കാണിച്ച വീഡിയോകളിൽ എല്ലാത്തിലും വെച്ചിട്ട് ഏറ്റവും വില കുറഞ്ഞ ഒരു സെഗ്മെൻറ്റ് വണ്ടി, അതായത് വണ്ടിക്ക് വിലയുണ്ടെങ്കിലും അത്രയും കുറഞ്ഞ വിലയിലാണ് ഇവർ ഒരു പെരുന്നാൾ സെയിൽ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇപ്പോൾ വണ്ടി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞുതരാം. നമ്മുടെ കോഴിക്കോട് ജില്ലേൻ്റെയും മലപ്പുറം ജില്ലേൻ്റെയും കൂടി സെൻട്രലായിട്ട് നമ്മുടെ എയർപോർട്ടൊക്കെ എത്തുന്നതിൻ്റെ ഒരു 3 കിലോമീറ്റർ മുമ്പായിട്ട് പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചെറിയ ഗ്രൗണ്ടിലാണ് ഇവരിപ്പോൾ നിലവിൽ സാധനം നടത്തുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 100 വണ്ടീൻ്റെ മേലെ ഇപ്പോൾ ഇവിടെ നിലവിൽ അവൈലബിൾ ആണ്. ഒക്കെ നല്ല ബഡ്ജറ്റിലുള്ള വണ്ടികളും കൂടിയാണ്. എല്ലാത്തിനും ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. അതായത് എക്സാക്ട് രാമനാട്ടുകാരെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എയർപോർട്ട് എത്തുന്നതിന് മുമ്പ് ഒരു 3 കിലോമീറ്റർ മുമ്പ് പുളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ എന്തായാലും കാർക്രാഡിൻ്റെ കുറച്ചധികം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. സാബിക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് കച്ചവടമൊക്കെ? അടിപൊളിയാണോ? ഉഷാറാണ്. അതായത് പെരുന്നാൾ കച്ചവടം പൊടി പിടിക്കുന്നുണ്ടോ? ഉഷാറായിട്ട് പോകുന്നു. അതായത് വൻ വിലക്കുറവിൽ ഞാൻ 2-3 പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞു, അത് വീണ്ടും പറയും, അത്രയ്ക്കും വില കുറച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറേ വണ്ടികളല്ലേ? മാക്സിമം കൊടുത്തൂടെ? മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിലൊക്കെ ഒരുപാട് വണ്ടികൾ പോയിട്ടുണ്ട് അല്ലേ? പിന്നെ അത്യാവശ്യം നല്ല വില കുറവിൽ തന്നെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല വില കുറവിൽ തന്നെയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചുകൂടി വില കുറയ്ക്കണം. കൂടുതൽ വന്നിട്ടുണ്ട്, വില കുറച്ച് തന്നെ കൊടുക്കുക അല്ലേ? മാക്സിമം ലോണൊക്കെ ചെയ്ത് കൊടുക്കൂലേ? പെരുന്നാളല്ലേ വരുന്നത്, നമ്മൾ അങ്ങനെ കുറച്ചിട്ട് തന്നെ കൊടുക്കും. അതെ അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ. പെരുന്നാളിന് കറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് നല്ല കിടിലം കുറച്ച് വണ്ടികളുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി ഒരു ഇയോൺ കാണിച്ചു തരാം. ഇയോൺ ഏതൊക്കെ മോഡലൊക്കെ? 2012 മോഡല് ഡിലൈറ്റ് ആണ്. ഡിലൈറ്റ് അല്ലേ? ഇതിൽ പവർ വിൻഡോസ് വരില്ലല്ലോ? ഇല്ല, പവർ വിൻഡോസ് ഇല്ല. ഡിലൈറ്റ് എന്ന് പറയുമ്പോൾ ബേസ് മോഡലാണ്. 2012 ആണ്. എത്ര ഓടി ഉണ്ട്? ഇത് ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം ഓടി ഉണ്ടല്ലേ? കറക്റ്റ് ഹിസ്റ്ററിയൊക്കെ കിട്ടും നമുക്ക്? കിട്ടും അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, ഒന്നുമില്ല. ഗ്ലാസ് മാറിയിട്ടുണ്ട്, മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ടയർ ഭാഗങ്ങൾ മോശമൊന്നുമില്ല കേട്ടോ. അത് ഇന്റീരിയർ ആണെങ്കിലും നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഒരു വൃത്തിയുള്ള വണ്ടി. ഇതിന്റെ പ്രൈസാണ് നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്നത്. കാരണം ആ പ്രൈസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. കാരണം 2012 മോഡൽ ലോൺ ഏകദേശം ഫുൾ ലോൺ കിട്ടുന്ന ഒരു വണ്ടി അല്ലേ? എന്താ നമുക്ക് പ്രൈസ് വരുന്നത്? 1,25,000 ചോദിക്കുന്നുള്ളൂ. കുറച്ച് കൊടുക്കുന്നുണ്ട്, അതിലും കുറയും. അടിപൊളി. അപ്പോൾ എന്തായാലും 1,25,000 രൂപയ്ക്ക് 2012 മോഡൽ ഇയോണ് കിട്ടും അല്ലേ? സാധാരണ 2012 മോഡൽ അൾട്ടോയ്ക്ക് വരെ നിങ്ങൾ എന്തായാലും ഒരു 1,30,000 മേലെ കൊടുക്കണം അല്ലേ? 12 മോഡൽ അൾട്ടോയ്ക്ക് ലാസ്റ്റ് വന്ന മോഡലിനൊക്കെ. ഓക്കെ. അപ്പോൾ എന്തായാലും 1,25,000 രൂപ നെഗോഷ്യബിൾ ആണ്. ₹1 കയ്യിൽ നിന്ന് മുടക്കാണ്ട് വെറും 1,25,000 രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു വണ്ടി, അതായത് ഇയോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ. ക്ലീൻ വണ്ടിയാണ് കേട്ടോ. അതിൻ്റെ പ്രൈസ് വിട്ടുപോകരുത്, അത് നോക്കിക്കോളൂ. അതേപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2018 മോഡൽ ഇറയാണ് വരുന്നത്. 18 മോഡൽ ഇറ. അപ്പോൾ എന്തായാലും 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരും അല്ലേ? AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരും. 18 എത്ര ഓടിയിട്ടുണ്ട്? 60,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. ഓക്കെ. 60,000 ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഗ്രേ കളർ വണ്ടിയാണ്, നല്ല വൃത്തിയുണ്ട്. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം എന്താ പറയുക, ഒരു 60% അടുത്ത് കൂട്ടിയാൽ മതി. അത്യാവശ്യം ഒരു 10,000 കിലോമീറ്റർ എന്തായാലും ഓടാം അല്ലേ? അതെ. ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മോശമൊന്നുമില്ല. ഇത് നമുക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്താ പ്രൈസ് വരുന്നത്? ഇത് വരുന്നത് 2,65,000 ആണ് വരുന്നത്. 2,65,000 രൂപ. അത് നെഗോഷ്യബിൾ ആയി കൊടുക്കും, കുറച്ച് തന്നെ കൊടുക്കും കേട്ടോ. അതായത് 2018 മോഡൽ ഉണ്ടെന്നും കൂടി നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ ലോ കിലോമീറ്ററും കൂടിയാണ്. ഈ 2,65 മാക്സിമം നിങ്ങൾക്ക് കുറച്ച്, അതായത് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം. അതെ, തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്തിട്ട് തന്നെ വാങ്ങിക്കോട്ടെ. ഇവിടെ വന്നാലുള്ളൊരു മേളല്ലേ, പിന്നെ മാക്സിമം നമ്മൾ കസ്റ്റമറോട് ചോദിച്ചിട്ട് ചെയ്ത് കൊടുക്കും അല്ലേ? പാർക്ക് ആൻഡ് സെയിൽ വണ്ടികളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇവരെ കസ്റ്റമർക്ക് വിളിച്ചിട്ട് തന്നെ നമുക്ക് ബാർഗൻ ചെയ്ത് തന്നെ കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോട്ടെ. അതായത് ഈ പറഞ്ഞ വണ്ടികളൊക്കെ നിങ്ങളുടെ ബാർഗൈനിങ് സ്കില്ലിനനുസരിച്ച് കുറച്ച് മേടിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. 2,65,000 രൂപയ്ക്ക് 2018 വണ്ടി കിട്ടും. ക്ലീൻ വണ്ടിയാണ്. ഒരു ഇയോണും കൂടി കാണിച്ചു കേട്ടോ. ഈ ഒരു ഇയോണിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും നിങ്ങൾക്ക് ഈ വണ്ടി കാണാൻ പറ്റില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി അല്ലേ? ഇതേതാ മോഡൽ? 2018 മോഡൽ തന്നെയാണ്. 18 തന്നെയാണ്. 18 ഇയറാണ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി. 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. അത് ആ വണ്ടീൻ്റെ ഒരു വൃത്തി കണ്ടാൽ അറിയാം. അതുപോലെ തന്നെ ഈ വണ്ടീൻ്റെ ഈ ബമ്പർ പോലും ഇതുവരെ ഒന്ന് അഴിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതിന് തെളിവ് അവിടെ കാണാം അല്ലേ? കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് കമ്പനി അതേ ഫിറ്റിംഗ് ആണ്. അതാണ് മെയിനായിട്ട് പറയേണ്ടത്. അതുപോലെ തന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ വിൻഡോ വരും. ക്ലീൻ വണ്ടി, എക്സ്ട്രാ നീറ്റ് വണ്ടി. എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് ഫൈനല് നമുക്ക് 75 ഫൈനൽ കൊടുക്കാം. 2,75,000 2,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. ഒരു 2.5 ലക്ഷം രൂപ സുഖമായിട്ട് ലോൺ കയറില്ലേ? ഓ തീർച്ചയായിട്ടും. ഫുൾ ലോൺ കയറും. ഫുൾ ലോൺ ചെയ്യാം അല്ലേ? നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പക്കയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലോൺ ചെയ്ത് തരാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 25 രൂപയുടെ ഉള്ളിൽ കൈ കണ്ടാൽ ഇത് എടുത്തോട്ട് പോകാം. ഈ 2,75 പറഞ്ഞത് നെഗോഷ്യബിൾ ആണോ? അതായത് ഫൈനൽ റേറ്റ് കസ്റ്റമർ പാർക്കാൻ സെയിലാണല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ടോ, നിങ്ങൾ വന്നിട്ട് അവരൊന്ന് വിളിച്ച് കസ്റ്റമറോട് സംസാരിക്കാമല്ലോ അല്ലേ? അപ്പോൾ ബാർഗൈൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞ വണ്ടി ബാർഗൈൻ ചെയ്ത് തന്നെ കൊടുക്കുള്ളൂ അല്ലേ? അപ്പോൾ ഇത് പരമാവധി ശ്രമിക്കുക ഇത് കുറയ്ക്കാൻ. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഇത് ക്ലീൻ ആണ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇതൊന്ന് നോക്കിയാൽ മതി. ഇത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ഫ്രീ സ്റ്റൈലാണ് കേട്ടോ. ഫ്രീ സ്റ്റൈൽ അല്ല, ശരിക്കും ഫസ്റ്റ് കണ്ടപ്പോൾ ഞാനും അങ്ങനെ വിചാരിച്ചു. ഇത് ആസ്പെയറാണ്, ഡിക്കിയുള്ള മോഡലാണ് അല്ലേ? ഇത് ഏതൊക്കെയാണ് മോഡൽ? ഇത് 2016 മോഡലാണ്. 16 2016 നല്ല ക്ലീൻ വണ്ടിയാണ്. ഇത് ഡീസൽ പെട്രോളോ? പെട്രോൾ സിംഗിൾ ഓണർ വണ്ടി. 28,000 ഓടി വണ്ടി. എത്ര? 28? വെറും 28,000 ഓടി വണ്ടി. ഈ 2016 28 ജെനുവിൻ ആണെന്ന് പറയാൻ പറ്റും. കിലോമീറ്റർ ഇതിലും ലോ കിലോമീറ്ററിലുള്ള ഒരു ആസ്പയർ നിങ്ങൾക്ക് ഇനി എനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലും കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വൃത്തിയുള്ള വണ്ടി. അതും ന്യൂ ഷേപ്പ് ആണ് കേട്ടോ. അതായത് ഫ്രണ്ടിൽ ആ ഒരു പുതിയ ഡിസൈൻ ഒക്കെ വന്ന വണ്ടിയാണ്. ഇന്റീരിയർ ആണെങ്കിലും അടിപൊളി കണ്ടീഷനാണ്. ബാക്കിൽ 28,000 ഓടി ടയറാണ്. പക്ഷേ ഫ്രണ്ടിൽ നല്ല പുത്തൻ 2 ടയർ ഇട്ടിട്ടുണ്ട് അല്ലേ? എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഒന്നുമില്ല. ഹിസ്റ്ററിയൊക്കെ കിട്ടുമല്ലോ അല്ലേ? ഹിസ്റ്ററി വെക്കാം. ഇത് നമുക്ക് ശരിക്കും എന്ത് മൈലേജ് കിട്ടും? ഒരു 14-15 അങ്ങനെ എന്തായാലും കിട്ടും. അതായത് നമ്മുടെ പെട്രോൾ ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ഒക്കെ സെയിം കണ്ടീഷനിൽ മൈലേജ് കിട്ടും. പക്ഷെ അതിനേക്കാളും ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടി. പിന്നെ ഫോർഡ് ധൈര്യമായിട്ട് എടുക്കാം ഇനി അങ്ങോട്ട്. അതിൻ്റെ പുറമെ പെട്രോൾ ആയതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ന്യൂ ഷേപ്പിൽ നല്ല ക്ലീൻ വണ്ടി ആരെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. പ്രൈസും കൂടി ഒന്ന് കേൾക്കട്ടെ. 3,45 ചോദിക്കുന്നുള്ളൂ. 3,45. 3,40,000 കൊടുക്കും നിങ്ങളിത്? 16 വണ്ടി കുറച്ച് തന്നെ കൊടുക്കാം. അതിലും കുറയും. അടിപൊളി. ഫുൾ ലോൺ ഒക്കെ കയറുമോ? ഫുൾ ലോൺ ചെയ്യാം അല്ലേ? അതായത് 3,45,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. അതിലും കുറച്ച് തരാമെന്നാണ് പറയുന്നത്. അതും ഇത്രയും ലോ കിലോമീറ്ററിലുള്ള ഈ ക്ലീൻ വണ്ടി. അത് ഫ്രണ്ട് 2 പുതിയ ടയറും ഉണ്ട് കേട്ടോ. ആരെങ്കിലും നോക്കണമെങ്കിൽ നോക്കിക്കോ. ഈ അവസരങ്ങൾ കളയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ. ഇനി ഈ റിറ്റ്സ് ആണെങ്കിലോ? ഇത് 2014 മോഡൽ ZXi റിറ്റ്സ് ആണ് വരുന്നത്. 14 ZXi എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല. ചെക്ക് ചെയ്താണ്. പിന്നെ തട്ടുമുട്ട് വേറെ ഒരു പ്രശ്നമില്ല. ഇന്റീരിയറൊക്കെ ഒരു സീറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബമ്പർ സൈഡ് അതേപോലെ തന്നെ ചെറിയ ടച്ചപ്പ് ഇല്ലാത്തൊരു വണ്ടി ഇവിടെ കിട്ടാൻ പാടാണ്. ഈ ZXi എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ലേ? അതായത് മിറർ അഡ്ജസ്റ്റ്മെന്റ് വരെ ഇലക്ട്രിക്കലി വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ വേറെ ഒരു അപാകതയില്ല. ഇല്ല. ഓക്കെ. ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മ്യൂസിക് സിസ്റ്റമൊക്കെ എനിക്ക് തോന്നുന്ന കമ്പനി വന്ന സാധനം വന്നതെല്ലാം അങ്ങനെ തന്നെ ഉണ്ട് അല്ലേ? ടയർ ഭാഗങ്ങൾ മോശമൊന്നുമില്ല കേട്ടോ. 70% എന്തായാലും ഉണ്ട്. അലോയ് വീൽസ് ഉണ്ട്. എന്താ പ്രൈസ് വരുന്നത്? പ്രൈസ് 3ന്റെ താഴെയായിട്ട് കൊടുക്കാം. എന്നാലും ഏകദേശം ഒരു 2,90 റേഞ്ചിലേക്കൊക്കെ പോകും. അതിൽ കുറയാനുണ്ടോ? കസ്റ്റമർ വന്നോട്ടെ, അല്ലേ? ഓക്കെ. 2014 ZXi അല്ലേ? 14 മോഡലാണെന്ന് നിങ്ങൾ ആലോചിക്കണം. 14 ഏറ്റവും ഫുൾ ഓപ്ഷൻ ഒരു റിറ്റ്സ്, അതും പെട്രോൾ അല്ലേ? പെട്രോൾ അല്ല? അതെ, പെട്രോൾ. ഓട്ടം പറഞ്ഞില്ലല്ലോ. ഓട്ടോ അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. 1 lakh ഓടിയിട്ടുണ്ടാവും അല്ലേ? 80,000 മീറ്ററിൽ കാണിക്കുന്നത്. ചെക്ക് ചെയ്തിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ. ഹിസ്റ്ററി ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ. വെറും 2,90,000 രൂപേൻ്റെ താഴേക്ക് നിങ്ങൾക്ക് 2014 ZXi ഫുൾ ഓപ്ഷൻ വണ്ടി കിട്ടും. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2008-9 സ്വിഫ്റ്റ്. 8-9 ഡീസലാ? അത് പുതിയ ഫിറ്റ്നസ്സിൽ തന്നെ ചെയ്ത് കൊടുക്കട്ടോ. അതായത് 5 വർഷത്തെ പുതിയ പേപ്പർ ഡീസൽ വണ്ടി VDI ആണ്. പിന്നെ പഴയ ഷേപ്പാണ്. 8-9 ആകുമ്പോൾ പഴയ ഷേപ്പാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇന്റീരിയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്ക് നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. സിംഗിൾ ഓണർ ആണ്. 8-9 സിംഗിൾ ഓണറൊക്കെ കാണൽ വളരെ റെയർ ആണ്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങൾ നല്ല ടയറുണ്ട്. കാര്യമായിട്ട് ബോഡിയിലേക്ക് വലിയ ടച്ചപ്പ് ഒന്നും കയറിയിട്ടില്ല കേട്ടോ. മെയിൻ ക്ലാസ് പോലും മാറിയിട്ടില്ല അല്ലേ? ഇല്ല. നീറ്റ് വണ്ടി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 1,85 വരുന്നത് കേട്ടോ. 1,85,000 രൂപയ്ക്ക് 2008 മോഡൽ 9 രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർ വണ്ടി എടുക്കാം. വൃത്തിയുള്ള വണ്ടി, പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. അവരുടെ പേരിലേക്ക് മാറിയിട്ട് കൊടുക്കാം. അതെ. അതായത് 5 വർഷത്തെ പേപ്പർ നിങ്ങളുടെ പേരിലേക്ക് ആക്കി ഈ വണ്ടി നിങ്ങൾക്ക് 1,85,000 കൊടുക്കാം. ഡീസൽ വണ്ടി, ക്ലീൻ വണ്ടി,
ഒരു കാര്യം എത്രയൊക്കെ ഞാൻ ഈ ക്ലീൻ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ വണ്ടീൻ്റെ പുറം സൈഡൊക്കെ നല്ല വൃത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വണ്ടിയുടെ എഞ്ചിൻ കണ്ടീഷനും ബാക്കിയുള്ള മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ആ പ്രൈസ് വരുന്നത് അല്ലേ? ഓക്കെ, എന്നാലും നിങ്ങൾ നോക്കിക്കോട്ടെ, ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക ഏത് വണ്ടി എവിടെ നിന്ന് എടുത്താലും. ഇനി എക്കോ സ്പോർട്ട് ആണെങ്കിലോ? എക്കോ സ്പോർട്ട് വരുന്നത് 19 വണ്ടി കേട്ടോ. 19 ഡീസൽ ഇറങ്ങിയ വണ്ടി. ഡീസൽ ടൈറ്റാനിയം കേട്ടോ. ടൈറ്റാനിയം, അതായത് ഏറ്റവും ഫുള്ളിന്റെ 2 ഓപ്ഷൻ താഴെ വരും. അതെ. ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ടാവൂലേ? ഫുൾ ഫീച്ചർ ഉള്ള വണ്ടി. 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. 60,000 ഓടിയേ ഉള്ളൂ, സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. 1960 ജെനുവിൻ ആണോ? ജെനുവിൻ ആണല്ലേ. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ ക്ലീൻ ആണ്, ഒരു പോറൽ പോലും എവിടെയും ഇല്ല. ഒരു നല്ലൊരു കളറും കൂടിയാണ്, വൃത്തിയുള്ളൊരു കളറാണ്. പിന്നെ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും. പ്രൊജക്ടർ അടക്കം വരുന്നുണ്ട്. KL 10 അല്ലേ. അലോയ് വീലുണ്ട്. ടയർ വാങ്ങൽ ഏകദേശം ഒരു 60% ഉണ്ട്. ഒരു റീപ്ലേസ് ഇല്ലെന്ന് ഉറപ്പാണ്. ചെറിയ ചെറിയ സ്ക്രാച്ചസ് എന്തായാലും ഉണ്ടാവും, അത് ടച്ചപ്പും ചെയ്തിട്ടുണ്ടാവും, നോക്കണ്ട. ഹിസ്റ്ററിയും കിട്ടും കേട്ടോ. 60,000 പ്രൈസോ? 795 ചോദിക്കുന്നുണ്ട്. 795 അതോ 695? സോറി, 795. 7,95,000 രൂപയാണ് ഇതിന് ആസ്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 8 ലക്ഷം രൂപ അടുത്തല്ലേ? കുറയൂലേ നമുക്ക്? അതിൽ നമുക്ക് മാക്സിമം കുറച്ചുകൂടെ. ഇതിലൊക്കെ ലോൺ എത്ര കയറും? ഒരു 6 ലക്ഷം ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം നിങ്ങൾ ഒരു 2 ലക്ഷം രൂപയുടെ ഉള്ളിൽ കാണണം. ഈ ഫോർഡ് ഇപ്പോൾ ഒന്നാമത് നിർത്തി എന്നുള്ളൊരു റൂമറൊക്കെ വന്നതുകൊണ്ട് ലോണൊക്കെ ലേശം കുറവാണ്, എന്നാലും അത്യാവശ്യം തെറ്റില്ലാത്ത ഫണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പ്രീ അപ്രൂവ്ഡ് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം. 7,95,000 രൂപ നെഗോഷ്യബിൾ പ്രൈസിൽ കൊണ്ടുപോകാം കേട്ടോ. ഇതാണെങ്കിലോ? ഡസ്റ്റർ 2013 85 ആണ് വരുന്നത്. 1385 അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട് വണ്ടി, കാണാൻ കാര്യമായ പ്രശ്നമൊന്നുമില്ല. സിംഗിൾ ഓണർ. ഓട്ടം 142 ഓടിയിട്ടുണ്ട്. 1,42,000. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. നമുക്ക് പ്രൈസ് അതിനനുസരിച്ച് കുറച്ച് കൊടുത്തൂടെ? കുറച്ച് കൊടുക്കാം. കസ്റ്റമറോട് സംസാരിച്ച് ബാർഗൻ ചെയ്ത് തന്നെ കൊടുക്കാം. അതെ അല്ലേ? അതായത് 2013 മോഡലാന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 142 എന്ന് പറയുന്നത് ഈ ഒരു 85 മൈലേജ് ഉള്ള വണ്ടിനെ അപേക്ഷിച്ച് വലിയ ഓട്ടം എന്ന് പറയാൻ പറ്റൂല. ഇല്ല. നമുക്ക് ഈ കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്ന് ഉറപ്പാണ്? ഇല്ല. ഇഞ്ചക്ടർ കംപ്ലൈന്റ് ആണ് മെയിൻ ആയിട്ട് വരിക. അതൊന്നും ഇല്ല. ഇഞ്ചക്ടർ ടർബോ ഒന്നും പ്രശ്നമില്ല. മെയിൻ ഗ്ലാസ് പോലും മാറാത്ത സിംഗിൾ ഓണർ ക്ലീൻ വണ്ടി കേട്ടോ. ഇന്റീരിയർ നല്ല വൃത്തിയുണ്ട്. 85 മൈലേജ് ഉണ്ടാവും. കംപ്ലൈന്റ് കുറയും. അതായത് സ്പെയർ കീ അടക്കമുള്ള വണ്ടി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 395 ആണ് വരുന്നത്. 395 കുറയുമല്ലോ അല്ലേ? കുറയും. ഓക്കെ, 2013 വണ്ടിയാണ്. 3,95,000 രൂപ. 3 ലക്ഷം രൂപ കൺഫേം ലോണാണ്. അതിന്റെ മേലേക്കുള്ളത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്തു തരും കേട്ടോ. അതെന്തായാലും മിസ് ചെയ്യണ്ട കേട്ടോ, നോക്കിക്കോ. ഇനി ഇതാണെങ്കിലോ? ഇത് ക്രെറ്റ XX 2015 ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി. ഞാനത് ചോദിക്കാൻ വരികയാണ്, കാരണം 15 വണ്ടിക്ക് ഒരിക്കലും ഈ ഫേസ് വരില്ല. അതായത് ഹെഡ്ലൈറ്റ് മുതൽ ഫ്രണ്ടിലെ ബമ്പർ, ഗ്രില്ല്, ബോണറ്റ് എല്ലാം മാറിയില്ലേ? ബോണറ്റ് മാറിയിട്ടില്ല. ബോണറ്റ് മാറണ്ട, ബമ്പർ ഹെഡ്ലൈറ്റ് ഇങ്ങനെ മാറിയാൽ മതി അല്ലേ? ഓക്കെ, ബമ്പർ ചെറിയ സ്ക്രാച്ചസ് ഇപ്പോഴും അതിൽ കാണുന്നുണ്ട്. ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. വണ്ടി അല്ല, ഇതിൽ കാര്യം ഇത് തട്ടിയിട്ടെങ്ങാനും മാറിയതാണോ? അല്ല അല്ലേ? പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി സീറ്റുകാരൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര വൃത്തിയുണ്ട് കാണാൻ, നല്ല ഭയങ്കര പ്രീമിയം ഒരു ക്വാളിറ്റി ഉണ്ട്. ഇത് 15 ഓട്ടം എത്രയാ? ഇത് കിലോമീറ്റർ 1ന്റെ മുകളിൽ ഓടിയിട്ടുണ്ടല്ലേ? കറക്റ്റ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് കൊടുക്കാം. ഓക്കെ, 15 SX എന്ന് പറയുമ്പോൾ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. യാതൊരു എന്താ പറയുക, നിലവിൽ ഒരു കുഴപ്പമില്ലാത്ത ക്ലീൻ വണ്ടി അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ബമ്പർ സൈഡിലേക്ക് ഇവിടെ ലേശം പുട്ടിയിട്ട് വെച്ചൊക്കെ കാണുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ. അതുപോലെ തന്നെ ചെറിയ ഇതൊക്കെ ഒന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് വൃത്തിയായി കൊടുക്കും. ഓക്കെ, വണ്ടി എന്തായാലും 15 മോഡലാണെങ്കിൽ കണ്ടാൽ ഒരു 17, 18ന്റെ ഒരു ലുക്ക് ഉണ്ട് എന്തായാലും. ഇത് തട്ടിയിട്ടില്ലാന്ന് ഉറപ്പാണല്ലോ അല്ലേ? മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ലല്ലോ? എടുത്തു കൊടുക്കാം അല്ലേ? എന്താ പ്രൈസ്? ഇത് 695 ആണ് ചോദിച്ചത്. റേറ്റ് കുറച്ച് തന്നെ കൊടുക്കാം. മാനുവൽ വണ്ടി അല്ലേ? ഓക്കെ, ഡീസൽ 2015 ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടി, ക്ലീൻ വണ്ടി വിത്ത് ഹിസ്റ്ററി. 695 നെഗോഷ്യബിൾ. മാക്സിമം കുറയില്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ, ഒരു റീപ്ലേസും ഇല്ല കേട്ടോ അതിന്. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2016 മോഡലാണ്. 16 ഡീസലാ? VDI ആണ്. മിഡിൽ ഓപ്ഷനിൽ ഡീസൽ വണ്ടിയാണ്. പക്ഷെ നല്ല അലോയ് വീൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കോസ്റ്റ്ലി സാധനമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഏകദേശം ഒരു 90% ടയറും ബാക്കിൽ ഒരു 80% ടയറും ഉണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഇല്ല. ഡീസൽ ആയതുകൊണ്ട് എത്ര ഓടിയുണ്ട്? ഇത് വരുന്നത് കിലോമീറ്റർ 1 ലാക്ക് അറൗണ്ട് ഓടിയിട്ടുണ്ട് അല്ലേ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. അതുപോലെ തന്നെ ഇന്റീരിയറും കുഴപ്പമില്ല, എക്സ്റ്റീരിയറും കുഴപ്പമില്ല. കാര്യമായ തട്ടുമുട്ടൽ ഒന്നുമില്ല, ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, ഒന്നിന് പുറത്ത് ഓടിയ വണ്ടി. പ്രൈസും കൂടി ഒന്ന് കേട്ടെ. 475 ചോദിക്കുന്നുണ്ട്. 475 അല്ലേ? ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവ് തന്നെയാണ്. കാരണം 16 മോഡൽ ഉണ്ടെന്നും കൂടി ആലോചിക്കണം. ഡീസലാണ്. 4,75,000 രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ കയറും അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും ഒരു 5 ലക്ഷം രൂപയൊക്കെ വാല്യൂ മാർക്കറ്റിൽ വിൽക്കുന്ന വണ്ടിയാണ്. 5 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും കുറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫുൾ ഓൺ എടുക്കാൻ പറ്റും. ആരെങ്കിലും നല്ല ഡീസൽ വണ്ടി വേണമെങ്കിൽ നോക്കിക്കോട്ടെ, അതൊന്നും മിസ് ചെയ്യണ്ട. അടുത്തൊരു മെയിൻ സാധനമാണ് കേട്ടോ. പോളോ GT ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ TSI
ഓട്ടോമാറ്റിക് DSC ഗിയർ ബോക്സ് വരുന്ന പെട്രോൾ വണ്ടി. അതെ അതെ. മോഡൽ ഏതാ? 2016 മോഡലാണ്. 16 നല്ല അടിപൊളി അലോയ് വീല്, കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനം ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ രണ്ട് പുതിയ ടയറാണ്, ബാക്കിൽ ഒരു 60% 70% പ്രതീക്ഷ മതി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല റീപ്ലേസ് ഒന്നുമില്ല. അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണറോ സെക്കൻഡ് ഓണറാണോ? ഇത് തേർഡ് ഓണർഷിപ്പിലേക്ക് മാറി. ഓക്കെ, അപ്പോൾ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഓണർഷിപ്പ് തേടാന്നേ ഉള്ളൂ. പക്ഷേ ലോൺ ചെയ്തൂടെ? ലോൺ ചെയ്യാം. ഓക്കെ, പിന്നെ GT ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി മിസ് ചെയ്യേണ്ട. നല്ല അടിപൊളി സീറ്റൊക്കെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ ആ GT എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു എടുപ്പുണ്ടല്ലോ വണ്ടിക്ക്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? 6.75 ചോദിക്കുന്നുണ്ട്, കുറച്ച് തന്നെ കൊടുക്കും. 6.75 അല്ലേ? പിന്നെ ഒന്ന് നോക്കിക്കോളൂട്ടോ. അതായത് ഈ വണ്ടിയൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അതായത് നല്ല രസമായിട്ട് ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം എടുക്കണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അതായത് കമ്പാരിറ്റീവ്ലി മൈലേജ് ലേശം കുറവായിരിക്കും. പെട്രോൾ ആയതുകൊണ്ട് ഒരു 12 മുതൽ 15 ഉള്ളിലൊക്കെ പ്രതീക്ഷ മതി. ചവിട്ടി വിടുകയാണെങ്കിൽ ഒരു 10 to 12 ഇടയിൽ അതും പ്രതീക്ഷ മതി. പിന്നെ എന്തായാലും ഇതൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ളവരെ എടുക്കുള്ളൂ അല്ലേ? സാധാരണക്കാരും ഇത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെർഫോമൻസ് ആണ്. അതെ. 6,75,000 കുറച്ച് തന്നെ കൊടുക്കും. നെഗോഷ്യബിൾ ആവും അല്ലേ? ലോൺ എത്ര കയറുക? ലോൺ നമുക്കൊരു 5.75 എങ്ങനെയാലും കേട്ടോ. 6ന്റെ അടുത്ത് തന്നെ ചെയ്യാൻ പറ്റും അല്ലേ? ഏകദേശം നിങ്ങളൊരു 1 ലക്ഷം രൂപ കയ്യിൽ കണ്ടു വന്നോളൂ. അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാമല്ലോ. അപ്പോൾ എടുത്തിട്ട് വന്നല്ലോ, വണ്ടി എടുക്കാൻ വന്നിട്ട് ഇനി കിട്ടാത്ത പ്രശ്നം വരണ്ട. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ, മാക്സിമം കുറച്ച് തരും കേട്ടോ. GT ആണ് പോളോ. ഇനി ഇതാണെങ്കിലോ ടിയാഗോ? ഇത് ടിയാഗോ XE ആണ് വരിക. XE അതായത് ബേസ് മോഡൽ. പവർ വിൻഡോസ് ഒന്നും ഉണ്ടാവില്ല, AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ 2018 മോഡലാണ്. 18 ഇത് ഓട്ടോ എത്രയാ? ഓട്ടോ അറൗണ്ട് 1 lakh ഓടിയിട്ടുണ്ട്. ഇത് ഡീസലാണോ പെട്രോൾ? ഡീസലാണ്. അതാണ് കേട്ടോ. കാരണം ഈ ഡീസൽ വണ്ടി നല്ല മൈലേജ് ആണ്. നല്ല മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 25 അടുത്തൊക്കെ കിട്ടണം. 20 to 25 കിട്ടും അല്ലേ? നല്ല സീറ്റ് കവറും കാര്യങ്ങളും ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. അതിൽ 2 കളർ അവൈലബിൾ ആണ്. വൈറ്റും ഉണ്ട്, ഇതിന്റെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, രണ്ടും 18 തന്നെയാ? അല്ല, ഒന്ന് 19 ആണ്. വൈറ്റ് 19, ഇത് 18 അല്ലേ? ഓൾമോസ്റ്റ് 1.30 ഓടിയിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, ഇത് നമുക്ക് 18 വണ്ടി എന്താ പ്രൈസ്? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഏകദേശം 1.30 ഓടിയിട്ടുണ്ട് 2 വണ്ടി. ഇത് പ്രൈസ് വരുന്നത് 3.40 വരുന്നുള്ളൂ. ഓക്കെ, അതായത് നിങ്ങളൊന്ന് ആലോചിക്കണ്ട, 2018 മോഡൽ ഡീസൽ നല്ല മൈലേജ് ഉള്ള വണ്ടി, ഏകദേശം ഒരു സ്വിഫ്റ്റിനോട് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ലേ? നല്ല മൈലേജിന് വേണ്ടി മാത്രമാണ് വണ്ടി. മെക്കാനിക്കലും സർവീസിലും വണ്ടി. 4 സിലിണ്ടർ വരും. ഇത് 3 സിലിണ്ടർ ആണെന്നുള്ള ചോദിച്ചാൽ വേറൊരു പ്രശ്നമില്ല അല്ലേ? പവറും കാര്യങ്ങളൊന്നും മോശമില്ല. നല്ല വണ്ടി. പിന്നെ കാര്യമായ കംപ്ലൈൻസും വരില്ല. എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ഡീസൽ 2018 വെറും 3,40,000 അല്ലേ? 2 വണ്ടിയുണ്ട്, ഏത് വേണേലും വിളിച്ചോളൂ കേട്ടോ. ഇനി ഒരു എർട്ടിക്ക ആണെങ്കിലോ? എർട്ടിക്ക വരുന്നത് 2017 മോഡലാണ്. 19. നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ. നല്ലൊരു വൃത്തിയുള്ളൊരു കളറാണ്. ഇത് ഡീസലോ പെട്രോളോ? ഇത് വരുന്നത് ഡീസലാണ്. DDI ആണല്ലേ? ഇത് 2019 ഓട്ടോ എത്രയാ? ഓട്ടം വരുന്നത് അറൗണ്ട് 1 lakh ഓടി. അപ്പോൾ അത്യാവശ്യം വണ്ടി ഓടിയിട്ടുണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി കിട്ടുമോ? ഹിസ്റ്ററി ഒക്കെ ചെയ്ത് കൊടുക്കാം. കൃത്യമായ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു തരും. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുണ്ട്. ഡീസലാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഹൈബ്രിഡ് വരുന്നുണ്ടോ? ഇതിന് ഹൈബ്രിഡ് ചെക്ക് ചെയ്തിട്ട് പറയാം. നോക്കിക്കോട്ടെ, മിക്കവാറും ഹൈബ്രിഡ് ആയിരിക്കാനാണ് സാധ്യത. പിന്നെ VDI ആണ് നമ്മൾ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വരും. 7 സീറ്റർ, നല്ല ക്വാളിറ്റിയുള്ള 7 സീറ്റർ. 19 മോഡലും ഉണ്ട്. എന്താ പ്രൈസ് വരുന്നത്? 8.70 ചോദിക്കുന്നുണ്ട്. റെഡിയിൽ ഇപ്പോൾ ഇതിന് ടൈറ്റ് അതിനെ കൊണ്ടാണ് റേറ്റ് വരുന്നത്. കിട്ടാനില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ലോ പ്രൈസ് തന്നെയാണ്. വലിയൊരു വില എന്ന് പറയുന്നില്ല. കാരണം ഈ വണ്ടിയൊക്കെ ആ ഒരു വിലയ്ക്ക് നമ്മൾ കാണിച്ച വീഡിയോയിലൊക്കെ ഒരുപാട് പേര് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ. 1 ലക്ഷം കിലോമീറ്ററിൻ്റെ ഹിസ്റ്ററി എടുത്ത് ചെക്ക് ചെയ്യാം മാക്സിമം. എന്നിട്ട് മാത്രം എടുക്കുക. നല്ല അടിപൊളി ഒരു എന്താ പറയുക, ഒരു വൈൻ റെഡ് കളർ അല്ലേ? ഒരു റീപ്ലേസും ഇല്ലല്ലോ? പക്ക. അടിപൊളി. അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. 8,70,000 രൂപ നെഗോഷ്യബിൾ ആണ്. ഓൾമോസ്റ്റ് 8 ലക്ഷം രൂപ കൺഫേം ലോണും കയറും. ബാക്കി നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? നല്ലൊരു ഡീസൽ ബ്രസ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇവിടെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഫുൾ ഓപ്ഷൻ തോന്നല്ലോ. ZDI ആണ്. ZDI ആണ് കേട്ടോ. ZDI പ്ലസ് അല്ല. അതുകൊണ്ട് തന്നെ ബട്ടൺ ഷോട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. ഈ ഡുവൽ ടോൺ കമ്പനി വരുന്നത് തന്നെയല്ലേ? ഓക്കെ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ല വൃത്തിയുള്ള ഒരു കോമ്പിനേഷൻ വണ്ടിയാണ്. ഇത് മോഡൽ ഏതാ? 2017 മോഡൽ കേട്ടോ. 17 ആണ്. 17 ഓട്ടം അറൗണ്ട് 1 lakh. 95-98 ഓടിയിട്ടുണ്ട്. അതൊക്കെ കറക്റ്റ് ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ അല്ലേ? എടുത്ത് കൊടുക്കാം. കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ എടുത്ത് തന്നെ കൊടുക്കാം. വേറൊരു കാര്യം ഉണ്ടാവും, ഇതൊക്കെ മാരുതിയുടെ വണ്ടിക്ക് ഹിസ്റ്ററി കിട്ടാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് നമുക്ക് ചെക്ക് ചെയ്ത് ഇതിൽ ഫ്രണ്ടിലെ ഗ്ലാസ് CC ആണ് കാണിക്കുന്നത് അല്ലേ? ഓക്കെ, അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം അല്ലേ? മേജർ ഇത് ബോണ്ട് ഒന്നും മാറി ഉണ്ടാവില്ലോ? ഇല്ല. ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. അതുകൊണ്ട് തന്നെ ആ മെയിൻ ഗ്ലാസിന്റെ സംഭവം എന്താ നിങ്ങൾ ചെക്ക് ചെയ്യണം. ഹിസ്റ്ററിയും ചെക്ക് ചെയ്യണം. എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ നോക്കണം. മേജർ ആക്സിഡന്റ്, ഫ്ലഡ് അഫക്റ്റഡ്, ടോട്ടൽ ലോസ് വണ്ടി നമ്മൾ കൊടുക്കില്ല. അത് ഗ്യാരണ്ടി ആണ്. അത് വേണേൽ എഴുതി തരും. അത് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് തരും. അതുപോലെ തന്നെ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ അലോയ് വീലൊക്കെ വരുന്നുണ്ട്. ZDI ആണ്.
അല്ല ബട്ടൺ സ്റ്റാർട്ട് വെച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പ്രൈസ് കൂടി കേൾക്കട്ടെ 17 വണ്ടി 695 695 ഓൾമോസ്റ്റ് 7 ലക്ഷം രൂപ തന്നെ. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ കുറയും. ബാർഗെയിൻ ചെയ്ത് മേടിക്കാൻ പറ്റുന്ന, അതായത് വണ്ടികൾ ബാർഗെയിൻ ചെയ്ത് മേടിക്കണമെങ്കിൽ ഇവിടെ തന്നെ പറഞ്ഞിട്ടോ. അങ്ങനെ ബാർഗെയിനിങ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. അത്രയും കുറച്ചും തരും. ലോണും കയറില്ല മാക്സിമം? ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഇനി റിറ്റ്സ് ആണെങ്കിലോ? റിറ്റ്സ് വീഡിയോ 2012 മോഡലാണ്. 12 അപ്പോൾ വളരെ ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും ഒരു വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ ഡീസൽ വണ്ടി KL 13 രജിസ്ട്രേഷൻ 12 എത്ര ഓടിയിട്ടുണ്ട്? ഇത് 135 ഓടിയിട്ടുണ്ട്. 12 135 ജെനുവിനാണോ? ചെക്ക് ചെയ്യാം നമുക്ക്. ഹിസ്റ്ററി വേണ്ടവർക്ക് നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? മേജർ ഒന്നുമില്ല. ഫ്രണ്ടിലെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഓക്കെ. പിന്നെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ എന്തായാലും വന്നിട്ടുണ്ടാവും. ടയർ ഭാഗങ്ങൾ അപ്പോളോന്റെ 4 ഏകദേശം ഒരു 90% ടയർ ഉണ്ട്. സീറ്റ് കവറും മോശമില്ല, ഇന്റീരിയറും വൃത്തിയുണ്ട് അല്ലേ? VDI അല്ലേ? അതെ അതെ. എന്താ വില? 235 ചോദിക്കുന്നുള്ളൂ, കുറച്ച് തന്നെ കൊടുക്കാം. 2,35,000 രൂപയാണ്. മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും കേട്ടോ. അതായത് വണ്ടീൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഓരോന്നിനും വില പറയുന്നത്. ഇവിടെ വരിക, നിങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ ഒരു 15 റുപ്യന് കുറച്ച് ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ വിലയ്ക്ക് നിങ്ങൾക്ക് തരും. അപ്പോൾ ആർക്കെങ്കിലും നല്ലൊരു വണ്ടി വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇതിന് നമുക്ക് ലോണൊക്കെ കയറുമോ? ലോൺ 2 ലാക്ക് ചെയ്യാം. 2 ലക്ഷം ലോണും ചെയ്യാം. വളരെ തുച്ഛമായ ഒരു പൈസ, അതായത് ഒരു 10,000 15,000 കയ്യിൽ വെച്ച് വന്നാൽ ഇത് കൊണ്ടുപോകാം അല്ലേ? 2 ലക്ഷം രൂപ ലോണും കിട്ടും. ഡീസൽ വണ്ടിയാണെന്ന് ആലോചിക്കണം. ഇനി ഈ റിറ്റ്സ് ആണെങ്കിലോ? ഇത് 2011 മോഡലാണ്. ഏകദേശം ആ റേഞ്ചിൽ റേറ്റ് വരുന്ന വണ്ടി കേട്ടോ. അതായത് 11 മോഡലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി ഒരു വൃത്തി ഉണ്ടല്ലോ വണ്ടി. അതെ അതെ. 160 ഓടിയിട്ടുണ്ട്. 160 ഒക്കെ ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആയിരിക്കുമോ? ചെക്ക് ചെയ്യേണ്ടവർക്ക് നമുക്ക് ഹിസ്റ്ററി എടുത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. 2011 മോഡൽ VDI 1,60,000 കിലോമീറ്റർ ഓടി. വാറണ്ടി ഇല്ലാത്ത വണ്ടികളാണ്. അതെ അതെ. മോഡൽ കുറവുള്ള വണ്ടിക്ക് നമ്മൾ വാറണ്ടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഇന്റീരിയർ ഒന്നും മോശമില്ല കേട്ടോ. അതായത് 160 ഓടിയെന്ന് വെച്ചിട്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പുറമേ ആണെങ്കിലും അകത്താണെങ്കിലും കാണുന്നില്ല. മേജർ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഇല്ല. മേജർ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടോ? അതിന്റെ ഇല്ല 11 വരുന്നത് അല്ല. മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ടയർ ഭാഗങ്ങളാണെങ്കിൽ ഒരു 60% ഉണ്ട്. ഇതിന് പ്രൈസ് എത്ര വരുന്നത്? ഇത് വരുന്നത് 225. 225. പക്ഷെ അത് കുറയേണ്ടതാണ് അല്ലേ? മാക്സിമം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 160 ഓടി ഡീസലാണ്. അതും 11 മോഡലും കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ കുറച്ച് തരും. അത് ഉറപ്പാണല്ലോ അല്ലേ? കുറച്ച് തന്നെ കൊടുക്കാം. കാരണം ഇത് നോക്കി വന്നിട്ട് നിങ്ങൾ കുറച്ചില്ല എന്ന് പറയരുതാരും. ഇല്ല അങ്ങനെ പറയില്ല. ഒരു കമന്റ്സിലും ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും മാക്സിമം കുറച്ച് തരും. ഇവരെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി ഒന്ന് ചെക്ക് ചെയ്തോളൂ. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും വില കുറച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വെൻഡോ കാണിച്ചത്. ഈ വെൻഡോന്റെ ഗുണം എന്ന് പറയുന്നത് ഡീസലാണ്. നല്ല മൈലേജ് കിട്ടും. അതുമാത്രമല്ല ലക്ഷറിയസ് ആയിട്ട് യാത്രയും ചെയ്യാം അല്ലേ? ഇത് ഏതാ മോഡല്? 2011 വെൻഡോ ഹൈലൈൻ. 11 വെൻഡോ ഹൈലൈൻ. അത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? അതെ. ഇതിൽ 4 ഡോർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് അങ്ങനെയുള്ള എല്ലാ സാധനവും വരും. അതുപോലെ തന്നെ അലോയ് വീൽസ് വരും. ടയർ ഭാഗങ്ങളാണെങ്കിലും ഒരു 70% ഉണ്ട് കേട്ടോ. ഇതിൽ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ടോ? മെയിൻ ഗ്ലാസ് ഇല്ലല്ലോ. ഇല്ല, മാറിയിട്ടില്ല. അതുപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്തായിട്ട് കാണുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇന്റീരിയറൊക്കെ ആണെങ്കിലും മോശമൊന്നുമില്ല. എന്താ പറയുക, വല്ലാണ്ട് അങ്ങോട്ട് റഫ്യൂസ് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 97 ഓടിയിട്ടുണ്ട്. അത്ര ഓടിയിട്ടുള്ളൂ? 1,97,000 അല്ല, വെറും 97. അടിപൊളി. അതായത് 2011 ഡീസൽ വെൻഡോ 20-നടുത്ത് മൈലേജ് കിട്ടുന്ന 1.5 ഡീസൽ വരുന്ന വണ്ടി. 97,000 വളരെ വളരെ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? 11 അപേക്ഷിച്ചിട്ടോ. 91,000 എന്ന് പറയുന്നത് ലോ കിലോമീറ്റർ എന്നല്ല. ആ മോഡലിനെ അപേക്ഷിച്ച് ആ വണ്ടി ഓടിയതിന്റെ ഹിസ്റ്ററി കിട്ടുമോ? ഹിസ്റ്ററി വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്കാം. റിസ്ക് ആണ് ഹിസ്റ്ററി ഇവിടുന്ന് ടൗണിൽ പോയിട്ട് എടുക്കുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്കത് വേണം നിർബന്ധമാണെങ്കിൽ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനുള്ള അവസരമാവും. നേരെ ഷോറൂമിൽ കൊണ്ടുപോകാൻ ചെക്ക് ചെയ്യാം അല്ലേ? പിന്നെ ഇതിന്റെ വിലയുണ്ടോ? ഹൈലൈറ്റ് വില കൂടി കേൾക്കട്ടെ. 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ കുറയുമോ? 1 സംതിങ്ങിന്, അതായത് 1 സംതിങ്ങിന് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും. അതും 2011 വെൻഡോ. ഒരു 1.5 സുഖമായിട്ട് ലോണും കയറില്ലേ? ലോൺ ചെയ്യാം. ഫുൾ ലോൺ കയറുമോ? ഫുൾ ലോൺ പ്രതീക്ഷ കൊടുക്കണ്ട. 1.5 രൂപ എന്തായാലും കയറും. ഒരു 50,000 രൂപയുടെ ഉള്ളിൽ കയ്യിൽ കണ്ടിട്ട് വരികയാണെങ്കിൽ 2 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഈ വണ്ടി കൊണ്ടുപോകാം. കമ്പാരിറ്റീവ്ലി ലോ കിലോമീറ്റർ ചെക്ക് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ക്ലീൻ കാണുമ്പോൾ ക്ലീൻ വണ്ടിയാണ്, ഒന്ന് നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു റാപ്പിഡ് ഡീസലാ? അതെ, സ്റ്റൈലാണ് വരുന്നത്. ഡീസൽ അല്ലേ? ഡീസൽ. ഇത് ഓട്ടോമാറ്റിക്? ഇത് ഓട്ടോമാറ്റിക്. അതായത് DSC, അതായത് നമ്മുടെ പോളോൻ്റെ ഒക്കെ സെയിം സാധനം. അതായത് പോളോ വെൻഡോ ഒക്കെ പറയുന്ന പോലെ സെയിം വണ്ടി. അതായത് സ്കോഡയാന്നേ ഉള്ളൂ. ഇതിന്റെ മോഡലോ? ഇത് 2015 മോഡലാണ്. മോഡൽ കൂടിയ വണ്ടിയല്ലേ? അതായത് മോഡൽ കൂടിയ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. നല്ല പവർ ഉണ്ടാവും, അതാണ് ഇതിന്റെ മെയിൻ ഗുണം. ഇത് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണല്ലേ? അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരും. ടയർ ഭാഗങ്ങൾ മോശമൊന്നുമില്ല. ഇന്റീരിയർ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്കറിയാം ഇതിന്റെ ആ ഒരു കംഫർട്ടും ഓടിക്കാനുള്ള ഒരു പവറും അല്ലേ? ഈ DSC ഗിയർ ബോക്സിന്റെ ഒരു ഗുണം അതാണ്. ഭയങ്കര രസമാണ് ഓടിക്കാൻ. ഇന്റീരിയർ നല്ല സീറ്റ് കവറൊക്കെ ഉണ്ട്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഗ്യാരണ്ടി കൊടുക്കാമല്ലോ അല്ലേ?
എന്താ പ്രൈസും കൂടി കേൾക്കട്ടെ. പ്രൈസ് വരുന്നത് 540 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കണം. 540. ഫണ്ടിങ് കുറവായി, കാരണം ലോൺ ഫണ്ടിങ്. ലോൺ എത്ര കിട്ടും ഇനി? ഒരു 3 ലക്ഷം ഒക്കെ ചെയ്യാൻ കഴിയും. 3 കിട്ടുള്ളൂ അല്ലേ? പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ കാര്യത്തിൽ 100% കാരണം ഈ വണ്ടി അത്രയ്ക്കും ക്വാളിറ്റിയുള്ള പവറുള്ള മൈലേജ് കിട്ടുന്ന DSG ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. 540 എന്ന് പറയുന്നത് നല്ല രീതിക്ക് തന്നെ കുറയും. ലോൺ ഒരു 3.5 വരെ കിട്ടും. 3.5 വരെയൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല, നല്ല വണ്ടി. ഒറിജിനൽ കേരള തന്നെയല്ലേ ഇതൊക്കെ? ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. അതോ ഡോക്ടറാന്ന് തോന്നുന്നു. സിംഗിൾ ഓണർ ആണോ? സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് തേർഡിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോൺ ചെയ്യാലോ അല്ലേ? ലോൺ പ്രശ്നമില്ലല്ലോ. ഓ ചെയ്യാം. നല്ലോണം ചെക്ക് ചെയ്തോളൂ, എടുത്തോളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന നല്ല അടിപൊളി ഒരു ഐറ്റം, അതും വളരെ വില കുറച്ച് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയുണ്ട്. അതും ആസ്റ്റ ബട്ടൺ സ്റ്റാർട്ട് അടക്കം വരുന്ന വണ്ടി അല്ലേ? ഏതാ മോഡല്? 2014 മോഡലാണ്. 14. ഓക്കെ. 14 എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ വന്ന വണ്ടികളിലെ ഫസ്റ്റ് വണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ ആസ്റ്റയാണെന്ന് ഞാൻ പറഞ്ഞു. അലോയ് വീല്, ബട്ടൺ സ്റ്റാർട്ട്, ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടാവും. കീലസ് എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഓട്ടോമാറ്റിക്കലി 80 ആണല്ലേ വരുന്നത്? ഓക്കെ. ഇത് ഓട്ടോ എത്രയാ? ഓട്ടം വരുന്നത് 60,000 കിലോമീറ്റർ ഓടിയേ ഉള്ളൂ. ഈ പെട്രോൾ കേട്ടോ. 60 ശരിക്കും ജെനുവിൻ തന്നെയാണോ? ഓ ജെനുവിൻ കിലോമീറ്റർ. ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നവർക്ക് ഹിസ്റ്ററി ചെയ്ത് കൊടുക്കാം. അതെ അല്ലേ? അതായത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ തരും. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ഇതിൻ്റെ വിലയാണോ നിങ്ങൾ കേൾക്കേണ്ടത്? അതായത് നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങൾ തന്നെ പറഞ്ഞ വില, അതാണ് എൻ്റെ രസം. 3.55 വരുന്നുള്ളൂ. 3,55,000 നെഗോഷ്യബിൾ ആണോ? ഓ കുറച്ച് തന്നെ കൊടുക്കാം. ഓക്കെ. ഫുൾ ലോൺ കയറേണ്ടതാണല്ലോ? ഫുൾ ലോൺ ചെയ്യാം അല്ലേ? ₹1 കയ്യിൽ നിന്ന് മുടക്കാണ്ട് ഒരു ഓട്ടോമാറ്റിക്, അതും ഇത്രയും ക്വാളിറ്റിയുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി, 14 മോഡൽ, ഫുൾ ലോണിൽ 3,55,000 രൂപേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാം. ആരെങ്കിലും ഒരു ഓട്ടോമാറ്റിക് വണ്ടി പ്രൈസ് കുറഞ്ഞത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം കളയേണ്ട. 3.5 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ ഒരു 2014 മോഡൽ ആസ്റ്റ വണ്ടി കിട്ടും കേട്ടോ. ഇത് മിസ് ചെയ്യരുത്, സീരിയസ് ആയിട്ട് പറയാൻ മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു അമേസ് ഡീസൽ. അതെ. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? 2015 മോഡലാണ്. 15 മോഡൽ അമേസ് ഡീസലാണ്. അതായത് ന്യൂ ഷേപ്പ് വന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ ഓട്ടം എത്രയാ? ഓട്ടം വരുന്നത് അറൗണ്ട് 1.25 ഓടി. 1.25 ഓടി. പക്ഷെ അത് കുറ്റം പറയാൻ പറ്റില്ല, കാരണം 22-23 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഹൈവേയിൽ വരെ അല്ല, ഹൈവേയിലല്ല, സിറ്റിയിൽ വരെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണല്ലേ? അതെ. പിന്നെ മെയിൻ ഗ്ലാസ് പോലും മാറിയിട്ടില്ല? ഇല്ല. അടിപൊളി. ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു 70% ഉണ്ട് കേട്ടോ. കാര്യമായ ഒരു കുറ്റം പറയാനില്ല. സീറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇത് നമുക്ക് എന്താ പ്രൈസ്? ഇത് വരുന്നത് 4 lakh ചോദിക്കുന്നുണ്ട്, കുറച്ച് തന്നെ കൊടുക്കാം. കുറച്ച് കൊടുക്കാം. ഫുൾ ലോൺ സുഖമായിട്ട് ചെയ്ത് കൊടുക്കാം അല്ലേ? 15 അല്ലേ പറഞ്ഞേ? പിന്നെ അതിൻ്റെ അകത്തൊരു 9 ഇഞ്ചിൻ്റെ സ്ക്രീനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ. ഇത് എസ് ആണെന്ന് തോന്നുന്നു അല്ലേ? SMT എസ് വേരിയൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ എന്താ പറയുക, ഈ വിലയ്ക്ക് പിന്നെ മൈലേജ് കിട്ടുന്ന വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മിസ് ചെയ്യാണ്ട് എടുക്കണം. അത് മാത്രമല്ല, ഈ 1.25 എന്ന് പറയുന്നത് ഹോണ്ടേനെ വെച്ച് പ്രോപ്പർ സർവീസ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. കിലോമീറ്റർ അല്ലേ? ചെക്ക് ചെയ്തോളൂ. മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് തരും കേട്ടോ. അതുപോലെ തന്നെ ഈ സെലേറിയോ ആണെങ്കിലോ? സെലേറിയോ ഓട്ടോമാറ്റിക് VXI ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ് കേട്ടോ. അവസാനത്തെ വണ്ടി സെലേറിയോ ആയിട്ട് കാണിച്ചു തരാം. VXI ആണ്. ഇത് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ? അതെ. മോഡല് ഇത് വരുന്നത് 2014 മോഡല്. 14 2014 ഓട്ടം എത്രയാ? ഓട്ടം വരുന്നത് അറൗണ്ട് 1 lakh ഓടിയുണ്ട്. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. അതൊക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? അതെ. ഹിസ്റ്ററി കൊടുക്കാൻ പറ്റുമോ? ഓ ഹിസ്റ്ററി കൊടുക്കാം. അതുപോലെ തന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, മേജർ ഒന്നുമില്ല. പിന്നെ വേറെ അപാകതകളായിട്ട് ഒന്നും പറയാനില്ല അല്ലേ? 3,65,000 ആണ് വില. 3.65 2014 വണ്ടി. റേറ്റ് നമുക്ക് കുറയ്ക്കാലോ അല്ലേ? മാക്സിമം കുറച്ച് തന്നെ കൊടുക്കാം. ഓക്കെ. നമ്മൾ നേരത്തെ കാണിച്ച ആ വാഗണറിന്റെ ഒക്കെ സെയിം എഞ്ചിനാണ് കേട്ടോ. അതായത് K സീരീസ് എഞ്ചിൻ വരുന്നതാണ്. ഏകദേശം ഒരു 16-17 കിലോമീറ്റർ മൈലേജും കിട്ടും. അത് ഇതിൽ വേറൊരു കാര്യം, ഇത് ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക്കാണ്. അടിപൊളി. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കാണ്. 2014 സെലേറിയോ AMT ഓട്ടോമാറ്റിക്, അറൗണ്ട് 1 lakh ഓടിയ വണ്ടി. ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. 3,65,000 രൂപ കുറയുമല്ലോ അല്ലേ? കുറച്ച് തന്നെ കൊടുക്കാം. കുറയ്ക്കണം കേട്ടോ, മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇവർ ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നതിൽ നിന്നും ഒരു ഡിസ്കൗണ്ട് അല്ലേ? ഉറപ്പായിട്ടും കൊടുക്കണം. ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി ഇൻട്രോയിൽ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് വന്നിട്ട് ഒരുപാട് നല്ല നല്ല വണ്ടികൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കാണിച്ചതെല്ലാം അത്യാവശ്യം, എന്തായാലും എല്ലാം വലിയ വിലയാണെന്ന് ഞാൻ പറയില്ല, അതുപോലെ തന്നെ പറ്റ കുറവാണെന്നും പറയില്ല. നിങ്ങൾക്ക് എടുക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മറ്റെവിടെയെങ്കിലും കിട്ടുന്നതിലൊക്കെ വെച്ചിട്ട് കമ്പാരിറ്റീവ്ലി കുറവ്, അങ്ങനെ പറയാം അല്ലേ? ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലല്ലോ? നല്ല വണ്ടി തന്നെ കൊടുക്കാം അല്ലേ? ഓക്കെ. എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ കേട്ടോ. അപ്പോൾ കാർക്കാർഡിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള സാബിദ് നമ്പറൊക്കെ ഞാൻ ഫിനാൻസ് കേസുകൾ ഒരു പ്രൂഫ് അയച്ചോട്ടോ. ആദ്യം പ്രൂഫ് അയച്ചോട്ടെ.
പ്രൂഫ് അയച്ചിട്ട് അവർക്ക് ലോൺ കയറുകയാണെങ്കിൽ മാത്രമേ ലോങ്ങിൽ നിന്ന് വന്നാൽ മതി. അതെ. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ലോൺ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ വരുമൊന്നും വേണ്ട. നിങ്ങളുടെ വീട്ടിലിരുന്നാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോൺ നമ്പർ തരാം, അയച്ചു കൊടുത്താൽ അല്ലേ? സിവിൽ ചെക്ക് ചെയ്തതിന് ശേഷം അവർ വന്നോട്ടെ. സിവിലുള്ള ആളുകൾക്കും വണ്ടി കൊടുക്കാം. അതെ. പക്ഷെ എന്നാലും നമുക്ക് ട്രാക്ക് നോക്കിയിട്ട് അത് മാക്സിമം എത്ര കയറുണ്ടെന്ന് നോക്കാം, അറിയണമല്ലോ അല്ലേ? നോക്കിയതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്താൽ മൂപ്പര് മാക്സിമം എല്ലാ സംഭവവും നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ? അടുത്ത കുറേ വണ്ടികൾ ഇനി കയറാനുണ്ടോ? ഒരുപാട് വണ്ടി കയറാനുണ്ട്. ഓക്കെ, പെരുന്നാളിന് മുമ്പ് മാക്സിമം ഒരു വേറെ കുറച്ച് വണ്ടികൾ വരികയാണെങ്കിൽ ഒരു വീഡിയോയും കൂടി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പോലും ഈ ഒരു അവസരങ്ങൾ കളയരുത്, മാക്സിമം നോക്കിക്കോളൂ. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട്, ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കാണിക്കാത്ത കുറേ ഇന്നോവയും കാര്യങ്ങളും കുറേ വണ്ടികളുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് റീല് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്, കയറി നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും അടുത്തൊരു കിഡിലിന് എപ്പിസോഡായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും